മൂന്ന് പേരോട് തമാശ കളിക്കാൻ നിൽക്കരുത്. ഒന്ന് ഈശ്വരനാണ്, അഥവാ ഒരാളെ വളർത്തുന്നതും തളർത്തുന്നതും ഈശ്വരനാണ്. തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, ഒരാളെ പ്രതാപത്തിലാക്കുന്നതും തളർത്തുന്നതും ഈശ്വരനാണ്. രണ്ടു നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതു ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതു ഭവാൻ എന്ന് പൂന്താനം ജ്ഞാനപാനയിൽ പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിന്റെ വേറൊരു വെർഷനാണ്. അതൊരു വലിയ സത്യമാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉരുക്കുമുഷ്ടി കാണിച്ച, എനിക്കെല്ലാം സാധിക്കുമെന്ന് അഹങ്കരിച്ച പലരെയും നമുക്കറിയാം അവരുടെ അന്ത്യം എന്തായിരുന്നു എന്നും. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഹിറ്റ്ലർ. അയാൾ സൂയിസൈഡ് ചെയ്യുണ്ടായി. മുസോളിനിക്കും അത് തന്നെയായിരുന്നു, അയാളുടെ അന്ത്യവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ നമ്മുടെ വെൽബീയിങ്, ഗുഡ് വിൽ, ഇതൊക്കെ ഈശ്വരനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് കുറച്ച് സമയം ദൈവിക ചിന്തയിൽ അവനുമായി പ്രാർത്ഥിച്ച് നമ്മൾ സമയം ചിലവഴിക്കുക. അവനെ നിസ്സാരമാക്കി, അവനെ അവഗണിക്കാതിരിക്കുക. വമൻ അഅറള അൻ ദിക്രി, നിങ്ങൾ എന്നെ നീക്കിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, അവരുടെ ജീവിതത്തെ ഞാൻ നന്നായി പരീക്ഷിക്കും എന്ന ഒരു ഭീഷണി ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ പേരൻസ് ആണ്. പേരൻസിനോട് വളരെ അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ കറുപ്പിക്കുന്ന ഒരു പ്രവർത്തനം മക്കളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിക്കണം. അവരിൽ നിന്ന് മോശമായ അനുഭവം നമുക്കുണ്ടാകും, അത് അവരും അവരുടെ പടച്ചവനുമാകട്ടെ. പക്ഷെ നമ്മൾ ഒരിക്കലും പേരൻസിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്നതാണ്. 7 വൻപാപങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, അവരുടെ പൊരുത്തം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് മരിച്ചു കഴിഞ്ഞാലല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ട് പരമാവധി പേരൻസിനെ പ്ലീസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഗുരുവര്യന്മാരാണ്. ഈ കുരുത്തക്കേട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗുരുവര്യന്മാർ ഇന്നത്തെ പുതിയ തലമുറയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുക്കന്മാരോട്, ഗുരു എന്ന പദത്തിന്റെ അർത്ഥം വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് നയിക്കുന്നവൻ എന്നാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരോട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരെയാണ്. അവരെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല, അവരെ അവഗണിക്കരുത്. അവരോടുള്ള നമ്മുടെ സമീപനം കുറെ കൂടി ജാഗ്രതയിൽ ആകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അൽ കഹ്ഫില് മൂസാ പ്രവാചകനോട് ഒരു ഗുരുവിനെ തേടി പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന ഗുരു പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഷാഫിയുടെ ഗുരുവാണ് ഇമാം മാലിക് എന്ന് പറയുന്നത്. അപ്പൊ ഗുരു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ചേഞ്ചിന് ആരൊക്കെ നമ്മളെ സഹായിച്ചു, അവരൊക്കെ ഗുരുവര്യന്മാരാണ്. അവരോടൊക്കെ ആ നന്ദിയും ആ കടപ്പാടും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പടച്ചവനുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും 2 റക്അത്ത് നിസ്കരിക്കുക. ഇസ്തിഖാറ എന്നാണ് നമസ്കാരത്തെ പറയുക. അഥവാ അള്ളാഹുടെ സമ്മതം ചോദിക്കുകയാണ്. നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ കോഴ്സ് ചെയ്യാൻ പോവാണ്. 2 റക്അത്ത് നിസ്കരിക്കണം എന്നാണ്. നിസ്കരിച്ചിട്ട് റബ്ബേ ഇത് ഹൈറാക്കി തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരു നമസ്കാരമുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ എന്നാണ് നമസ്കാരത്തെ കുറിച്ച് പറയുക. ഇങ്ങനെ നമ്മുടെ ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും പടച്ചവനോട് സമ്മതം ചോദിക്കാൻ നമ്മൾ ശ്രമിക്കണം.